നമുക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് പേ ടൈം ആണ്. യു റീപ് വാട്ട് യു സോ, ഇറ്റ് കംസ് ബാക്ക് ടു യു ടൈം ആൻഡ് അഗെയിൻ. യു ഹാവ് ടു പേ ഫോർ യുവർ ഡീഡ്സ്. ഇതൊരു കാർമിക് സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത്, എന്ത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് നല്ലത് വരും, അല്ലാത്ത തരത്തിലുള്ള കർമ്മങ്ങൾക്ക് ചെയ്തവർക്ക് അതനുസരിച്ചുള്ള കർമ്മങ്ങൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ കർമ്മ ശുദ്ധമായിട്ടിരിക്കാൻ ശ്രമിക്കണം. കർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ പോലും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായി വിചാരിക്കുകയോ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയോ ഇല്ലാത്ത കാര്യങ്ങൾ ഗോസിപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്താൽ പോലും അതൊരു ബാഡ് കർമ്മ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് പ്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. പ്യൂരിറ്റി ഇൻ ഡീഡ്സ് ആൻഡ് വേർഡ്സ് ആർ റിവാർഡഡ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത്, നമ്മളുടെ കർമ്മങ്ങളിലും വാക്കുകളിലും ഉള്ള ആ ഒരു പരിശുദ്ധി, അതിനുള്ള ഫലം ഈശ്വരൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രവൃത്തികളിലും വാക്കുകളിലും വിചാരങ്ങളിലും നല്ലത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് സാധിക്കുന്ന കാര്യമില്ല, നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. വെറുപ്പും വിദ്വേഷവും ദേഷ്യവും എല്ലാ വികാരങ്ങളും നമ്മൾക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം തീർത്ത് നല്ലവരായി തീരാൻ അല്ല പ്രപഞ്ചം നമ്മളോട് ഉപദേശിക്കുന്നത്. ഈ നിമിഷം മുതൽ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നമ്മൾ അല്പാൽപമെങ്കിലും മാറാൻ ശ്രമിച്ചാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് തീർച്ചയായും ലഭിക്കും. അതുപോലെ ചാരിറ്റിയാണ് വന്നിരിക്കുന്നത്. ഗിവ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഓഫ് യു. അതായത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നൽകണം എന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. അതിപ്പോൾ പണം കൊണ്ട് വേണമെന്നില്ല. നേരത്തെ തന്നെ നമ്മൾ പറയാറുണ്ട്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അറിവായിരിക്കാം, സമയമായിരിക്കാം, സ്നേഹമായിരിക്കാം, നല്ല വാക്കുകൾ പറയാനുള്ള കഴിവായിരിക്കാം, വിദ്യയായിരിക്കാം. എന്താണ് നിങ്ങളുടെ പക്കലുള്ളത് അത് നിങ്ങൾ ദാനം ചെയ്യുക. ദാനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ പ്രതീക്ഷിക്കാതെ കൊടുക്കുക എന്നാണ്. അല്ലെങ്കിൽ അതൊരു കച്ചവടമായിട്ട് മാറും. അടുത്തതായി മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഹംബിൾ ഇൻ ഓൾ യു ഡു, വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, മേക്ക് ദ റൈറ്റ് ചോയ്സസ്. ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഞാനെന്ന വിചാരം എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് അത് നമുക്ക് ദോഷകരമായി തീരും. അതുകൊണ്ട് അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ ശരിയായ ചോയ്സ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ശരിയായ ചോയ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ് നമ്മൾ പോകേണ്ട വഴി എന്നുള്ളത് നമുക്ക് തീർച്ചയായും തെളിഞ്ഞു തന്നെ വരും.